ഇപ്പോൾ ഈ ബജറ്റ് പ്രസംഗത്തിൽ ബീഹാറിനെ കുറിച്ച് പരാമർശിച്ചത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പ്രസംഗത്തിൽ ഞാൻ കേട്ടപ്പോൾ ഈ പ്രസംഗത്തിൽ ബീഹാർ എന്നുള്ളൊരു സംസ്ഥാനത്തിൻ്റെ പേര് മാത്രമാണ് പരാമർശിച്ചത്. കഴിഞ്ഞ തവണ 2024 പ്രസംഗത്തിൽ ബീഹാറിനൊപ്പം ആന്ധ്രാപ്രദേശിൻ്റെ പേരൂടെ ഉണ്ടായിരുന്നു. ഇത്തവണ ബീഹാറിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ എന്താ പറയുക, ഒന്ന് ഒരു ബോർഡ്, ഭക്ഷ്യവസ്തുവിൻ്റെ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല, ഇവിടെ അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്തത് ഒരു ഭക്ഷ്യ സംസ്കരണ ഫുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ, പിന്നെ ഒരു കോസി കനാൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം, ഇങ്ങനെ പല കാര്യങ്ങൾ ബീഹാറിന് വേണ്ടി പറയുന്നുണ്ട്. ബീഹാറിലാണ് അടുത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ബീഹാറിൽ ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും മറ്റേ 3 സംസ്ഥാനങ്ങൾ ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ബീഹാറിൽ ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ബജറ്റിൽ ബീഹാറിനുണ്ട് എന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഒരു ഫെഡറൽ സിസ്റ്റം, ഇതൊരു യൂണിയൻ ബജറ്റാണ്, ഇതൊരു ഫെഡറൽ സിസ്റ്റമാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഈ തുടർച്ചയായിട്ടുള്ള ബജറ്റുകളിലൂടെ ഈ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ? ഒരു മഹാരാജ്യത്തെ, ഇന്ത്യ പോലെയുള്ള ഒരു മഹാരാജ്യത്തെ ഒരു സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഈ ഗവൺമെന്റ് കാണുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഫെഡറൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള രീതിയിൽ കാണേണ്ടതായ ഈ സംവിധാനത്തിനെ നമ്മൾ അതുകൊണ്ടാണ് ഈ വൺ ഇന്ത്യ എന്ന്, വൺ നാഷൻ എന്ന് പറഞ്ഞിട്ട്, പിന്നെ വൺ എന്ന് പറഞ്ഞിട്ട് പല ടാഗുകളും അതിൽ വന്നുകൊണ്ട് പല കാര്യങ്ങളെയും ഏകീകരിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. ഈ ഏകീകരണം ഒരു വൈവിധ്യമാർന്ന, അല്ലെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം, ഒരുപാട് കൂടുതലുള്ള പല സംസ്ഥാനങ്ങളുടെ ഗണമായിട്ടുള്ള ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഗുണകരമാകും എന്നുള്ളത് നമുക്ക് അതിൻ്റെ പൊളിറ്റിക്കലായിട്ടും ഇക്കണോമിക്കലായിട്ടും പിന്നെ അതൊന്നും കൂടാതെ അതിൻ്റെ മറ്റ് സാമൂഹ്യ സാംസ്കാരിക വശങ്ങളിലും കൂടെ ചിന്തിച്ചു വേണം അതിൻ്റെ ഒരു ബജറ്റ് അലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അത്തരം ഒരു വിശകലനം നടത്തിക്കൊണ്ട് അത് നടക്കുന്നത്, അങ്ങനെ ഒരു വിശകലനം എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഫിനാൻസ് കമ്മീഷനിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പ്ലാനിംഗ് കമ്മീഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെയായി പോവുകയും നമ്മുടെ ഒരു മീഡിയം ടൈം എക്സ്പെൻഡിച്ചർ ഫ്രെയിംവർക്കിന്റെ ഒരു രീതിയിലുള്ള ആ പ്ലാൻ എന്നുള്ള സംഗതി ഇല്ലാതെയായി പോവുകയും ചെയ്യുമ്പോൾ ഈ ബജറ്റ് എന്നുള്ളത് എല്ലാ വർഷവും വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള 12 മാസത്തേക്കുള്ള പലപ്പോഴും ബജറ്റിന് പുറത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. ബജറ്റിനകത്ത് പറയുന്ന കാര്യങ്ങളും ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾക്കും പുറമെ പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഡിക്ലെയർ ചെയ്ത് പോവുകയും പിന്നെ പാർലമെന്റിലുള്ള സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് അത് മുഴുവൻ അപ്രൂവ് ചെയ്ത് പോവുകയും ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഒട്ടും ഇതുവരെ മുമ്പ് ഒട്ടും ഇല്ലാതിരുന്നതായ ഒരു രീതിയാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. അത് ഒരു പിന്നെ പ്രശ്നം നിറഞ്ഞൊരു കാര്യമാണ്. അപ്പം ഞാൻ ബീഹാറിലേക്ക് വരികയാണെങ്കിൽ, ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ് ഞാനിങ്ങനെ ബീഹാറിന്റെ പല തവണ ഇന്ന് ധനമന്ത്രി സംസാരിക്കുമ്പോഴും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ചിരി പൊട്ടുന്നതും കമന്റ് പിന്നെ പറയുന്നതും നമുക്ക് കേൾക്കാം. കാരണം എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് ബീഹാർ എന്നുള്ള ഒരു ഹൈലൈറ്റും ഒരു എംഫാസിസും അവിടെ ഊന്നലും അവിടെ വരുന്നത് എന്നുള്ളൊരു ഇത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ മഖാന ഒരു പ്രത്യേകതരം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണെന്ന് ഗ്ലോബലി ഒരുപാട് പിന്നെ ആവശ്യക്കാർ വന്നുകൊണ്ടിരിക്കുന്ന, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എൻ്റെ എക്സ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്നല്ല, ഏറ്റവും ഒരു കേരളം പല കാര്യങ്ങളിലും പ്രൊഡക്ഷൻ ചെയ്യുന്നത് പോലെ ബീഹാറാണ് ഒരു 90-95% മഖാന പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മഖാനയുടെ പ്രൊഡക്ഷന് വേണ്ട സംവിധാനമാണ്, അത് വളരെ നാച്ചുറലായി മുമ്പേ തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ മഖാന ഗ്ലോബലി അതിൻ്റെ ഒരു ഫുഡ് പാറ്റേണിലേക്ക് കടന്നിട്ട് ഇപ്പോൾ ഒരു ലോകത്തെ ലീഡിങ് ഭക്ഷണമായിട്ടുള്ള, പ്രോട്ടീൻ നിറയുന്ന ഭക്ഷണമായി മാറിയിട്ടൊരു ഏതാണ്ട് 7 കൊല്ലമായി. ഈ 7 കൊല്ലത്തിനുള്ളിൽ നമുക്ക് ഇപ്പോഴാണ് മഖാനയ്ക്ക് വേണ്ടി അതും എന്താണ് പറയുന്നത്, അതിൽ പറയുന്ന മഖാന ബോർഡാണ്. മഖാന ബോർഡ് ഒരു ബോർഡും കമ്മീഷനും അല്ലാതെ കർഷകർക്ക് ഈ ബോർഡ് ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ ഗുണം ചെയ്യുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മഖാന കൃഷി ചെയ്ത് അത് പാക്ക് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് അയക്കുന്ന ആളുകൾക്ക് അവരെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യും, അത് ഒരു ക്യാഷ് ക്രോപ്പിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടുപോവുകയാണോ ചെയ്യുന്നത്, ഇതുപോലുള്ള പല കാര്യങ്ങളും അതിൽ ആലോചിക്കണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്
വരുന്ന 10 കൊല്ലത്തേക്ക് എങ്കിലും കുറേശ്ശായിട്ടായിരിക്കും അതിന്റെ അനക്കേഷൻ പോകുന്നത്. പക്ഷെ അതിപ്പോൾ നമ്മൾ അതങ്ങ് ഡിക്ലെയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഒപ്റ്റിക്സ് ഉണ്ടാക്കുകയാണ് പ്രധാനമായിട്ടും. പലപ്പോഴും ഈ ഒപ്റ്റിക്സ് ആണ് നമ്മുടെ ബജറ്റുകളെ. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ തന്നെ അത് നേരത്തെ അനിൽ പറഞ്ഞതുമാണ്. അനിൽ പറഞ്ഞ ഇത് വെച്ച് നോക്കുന്നത് ഇപ്പോൾ ആളുകൾക്ക് ഒരു ബെനിഫിറ്റ് എന്ന് നമ്മൾ പറയുന്നത് 30,000 മുതൽ 1,10,000 വരെയുള്ള ടാക്സ് ബെനിഫിറ്റ് ആണ് പിന്നെ ധനമന്ത്രി പ്രൊജക്ട് ചെയ്യുന്നത്. ഒരു വർഷത്തെ ടാക്സ് ബെനിഫിറ്റ് 30,000, 40,000, 50,000, 65,000 ഓരോ ഗ്രൂപ്പിനും അങ്ങനെയാണ്. 80, പിന്നീട് അടുത്ത ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ 50, 90, 1, 10, വീണ്ടും 1, 10, ഇങ്ങനെ ഇത്രയും. ഇതില് ഈ ടാക്സ് കൊടുക്കുന്ന എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് അവർ സമ്പാദ്യത്തിലേക്കായിരിക്കും. ഇതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് ഷെയർ മാർക്കറ്റിനാണ് എന്നാണ് ഒരു ഒറ്റനോട്ടത്തിൽ നമുക്ക് നോക്കാൻ കഴിയും. കാരണം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ഈ 16 ലക്ഷത്തിന് മേലെ ടാക്സബിൾ ഇൻകം ഉള്ള ആളുകൾക്കാണ്. അതിന് താഴെയുള്ള ആളുകൾക്കുള്ള വരുമാനം ഒരു 50,000, 65,000, 1,000 രൂപയാണ്. അത് ഒരു പക്ഷേ അത് കൺസ്യൂമർ മാർക്കറ്റിലേക്ക് പോയി എന്ന് വരാം, അവരെന്തെങ്കിലും വാങ്ങി എന്ന് വരാം. പക്ഷേ ഇപ്പുറത്തുള്ള ആളുകൾ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒന്നിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ, അല്ലെങ്കിൽ അപ്പൊ ബാങ്കിങ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂപ്പുകുത്തലുണ്ട്, കീഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു സാമ്പത്തികമായി ഒറ്റനോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാങ്കിങ് രംഗത്തിന്റെ ആരോഗ്യം ഒരുപാട് മോശപ്പെട്ടു വരുന്ന ഒരു സമയമാണ്. അപ്പൊ അതിനെ രക്ഷിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് എനിക്ക് എഗെയിൻ ഇത് പറയുമ്പോൾ ഞാനത് ഒരു കാവിയേറ്റ് പറയാതെ കഴിയില്ല. കാരണം ഇത് ഒറ്റനോട്ടത്തിലുള്ള ഇതാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ റവന്യൂ അവർ എങ്ങനെയാണ് പിന്നെ പ്ലാൻ ചെയ്യുന്നത്, അത് എന്തിനെ രക്ഷിക്കാനാണ് കാരണം ഇപ്പൊ കൊടുത്തിട്ടുള്ള ഇളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സാധാരണ ഇളവല്ല, 7 നിന്ന് 12ലേക്ക്. പിന്നെ മാത്രമല്ല രണ്ടാമത്തെ ഇപ്പോഴത്തെ ഒരു ടാക്സ് പാറ്റേണിൽ വന്നിട്ടുള്ള പുതിയ സ്കീം വന്നിട്ടുണ്ട്. ആ സ്കീം പ്രകാരം ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിന്റെ ഗുണം കൂടുതൽ കിട്ടാൻ പോകുന്നത്. അപ്പൊ ആ സ്കീം ഓപ്റ്റ് ചെയ്യുന്നതോടുകൂടി മുമ്പ് കിട്ടിയിരുന്ന പല ഗുണങ്ങളും ഇല്ലാതെയാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഇത്രയും ബെനിഫിറ്റ് ആളുകൾക്ക് ഉണ്ടാവും. അതിനെ ഈ പറഞ്ഞ 2% നമ്മൾ സ്കെയിലപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും. അതിൽ ഒരു 60 മുതൽ 75% വരെ പോകാൻ പോകുന്നത് പിന്നെ ഈ ഓഹരി മേഖലയിലേക്കും അതുപോലെയുള്ള നിക്ഷേപങ്ങളിലേക്കുമാണ്. അപ്പൊ സാധാരണക്കാരന് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് ഈ ടാക്സ് റിഫോംസ് കൊണ്ട് ഇടത്തരക്കാര് ഇപ്പൊ നമ്മുടെ അതും അസമത്വം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമി ആയിട്ടാണ് ഇന്ത്യ. ഇപ്പൊ പണമുള്ളവൻ ആ ടോപ്പ് 2% അത് ഒരുപാട് പൈസക്കാരായി മാറുകയും എന്നാൽ ചോട്ടിലുള്ള സാധാരണക്കാരുടെ എണ്ണം അത് കൂടി ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു ഡിവൈഡാണ്, എക്കണോമിക് ഡിവൈഡാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്. ആ ഡിവൈഡിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള നേരത്തെ പറഞ്ഞ പോലെ NREGS അല്ലെങ്കിൽ ആളുകൾക്കൊരു സ്ഥിരം ആയിട്ടുള്ള വരുമാനം കൊടുക്കുന്ന രീതി, ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം സാധാരണക്കാരന്റെ ജീവിതത്തെ അല്ലെങ്കിൽ കൃഷിക്കാരന് ഇപ്പൊ കൃഷിയുടെ ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞ വിളയുടെ ഇൻഷുറൻസ് ദുരിതങ്ങൾ കൂടി വരുന്ന ഒരു സമയമാണ്. ദുരിതങ്ങൾ കൂടി വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ വിളകൾക്കുള്ള ഇൻഷുറൻസ് കൂട്ടണം എന്നുള്ള രീതിയാണ് വേണ്ടത്. ആ ഇൻഷുറൻസിന്റെ തുക കൂടിയാലേ കൃഷിക്കാരന് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നുള്ളൂ. ഇപ്പൊ അത് ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രീമിയം പോവുക എന്നുള്ളതിനപ്പുറത്ത് കൃഷിക്കാരന് അതിന് കിട്ടുന്ന വരുമാനം വളരെ കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ്. മാത്രമല്ല ഞാൻ അതിനെ മൊത്തം കഴിഞ്ഞ 5 വർഷത്തെ എക്സ്പെൻഡിച്ചറുകളുടെ സ്ഥിതി വെച്ചിട്ട് എല്ലാ വർഷവും റിവൈസ്ഡ് ബജറ്റ് എസ്റ്റിമേറ്റിൽ വരുന്ന ഒരു വലിയ വെട്ടിക്കുറവുണ്ട്. മിക്കവാറും തുകകൾ വെട്ടിക്കുറയ്ക്കുകയാണ്. അപ്പൊ ബജറ്റ് എന്നുള്ളത് പലപ്പോഴും നമ്മുടെ കഴിഞ്ഞ 10 വർഷത്തെ ഒരു കഥ പറയുകയാണെങ്കിൽ ബജറ്റ് അലക്കേഷൻ ഒരു പ്രഹസനമായിട്ട് മാറുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം വലിയൊരു തുക അലക്കേറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ബഡ്ജറ്റ് റിവിഷൻ നടക്കുന്ന സമയത്ത് ആ തുക അതിലത്തെ ഒരു വലിയ ശതമാനം 25-30% മുതൽ സ്ലാഷ് ചെയ്യുകയും പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ബജറ്റിൽ തന്നെ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ 2023-24 എക്സ്പെൻഡിച്ചർ റേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എത്രമാത്രം എക്സ്പെൻഡിച്ചർ ഉണ്ടെന്ന് ആ എക്സ്പെൻഡിച്ചറിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് പിന്നീട് ബജറ്റ് എസ്റ്റിമേറ്റുകളിൽ നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റുകളിൽ അതിന്റെ ഈ ബജറ്റ് കുറയ്ക്കുന്നതായിട്ട് കാണുന്നത്. ബജറ്റ് കൂടുന്നതായിട്ട് വരുന്നത് വളരെ കുറച്ച് സ്കീമുകളിൽ മാത്രമേ ആ ഒരു പാറ്റേൺ നമുക്ക് കാണുന്നുള്ളൂ. ബജറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇത് കൂടി എന്ന് പറയുകയും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് റിവൈസ് എസ്റ്റിമേറ്റിൽ അത് കുറയുകയും റിവൈസ് എസ്റ്റിമേറ്റിനെ പറ്റി നമ്മൾ ഇതുപോലുള്ള ഒരു ചാനൽ ചർച്ചയോ ഡിസ്കഷനോ ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ നമുക്കത് അറിയാതെ പോവുകയും ചെയ്യും.